മലപ്പുറം ഒതായി മനാഫ് കൊലപാതക കേസിൽ ഒന്നാം പ്രതി മാലങ്ങാടൻ ഷഫീഖ് കുറ്റക്കാരനെന്ന് വിധി. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. ബാക്കി 3 പ്രതികളെ വെറുതെ വിട്ടു. മുൻ MLA PV അൻവറിന്റെ സഹോദരിയുടെ മകനാണ് മാലങ്ങാടൻ ഷഫീഖ്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ കെ വേണുഗോപാൽ, ഈ മനാഫ് വധക്കേസിൽ നേരത്തെ PV അൻവറും പ്രതിയായിരുന്നു, 2ാം പ്രതിയായിരുന്നു എന്നാണ് ഓർമ്മ. അദ്ദേഹത്തെ നേരത്തെ കോടതി കുറ്റവിമുക്തനാക്കിയതാണ്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ദിലീപ് കുമാർ, ഈ PV അൻവർ MLA ഉൾപ്പെടെ 21 പേരെ നേരത്തെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. കാരണം 1ാം സാക്ഷി കൂറുമാറിയതിനെ തുടർന്നാണ് PV അൻവർ ഉൾപ്പെടെയുള്ള ആളുകളെ കുറ്റവിമുക്തനാക്കിയത്. ആ കേസിലാണ് ഇപ്പോൾ വിധി പറഞ്ഞിട്ടുള്ളത്. 1ാം പ്രതി മാലങ്ങാടൻ ഷഫീഖാണ്. അദ്ദേഹത്തിനെതിരെയുള്ള കൊലപാതക കുറ്റം തെളിഞ്ഞിട്ടുണ്ട് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ശിക്ഷാവിധി പ്രസ്താവിച്ചിട്ടില്ല. അത് ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ 21 പേരെ കുറ്റവിമുക്തനാക്കിയതിനു ശേഷം 4 പ്രതികളായിരുന്നു കേസിലുണ്ടായിരുന്നത്. അതിൽ 1ാം പ്രതി മാലങ്ങാടൻ ഷഫീഖ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 3ാം പ്രതി മാലങ്ങാടൻ ഷെരീഫ് ഈ ഷഫീഖിന്റെ സഹോദരനാണ്. മാത്രമല്ല PV അൻവറിന്റെ സഹോദരി പുത്രന്മാർ കൂടിയാണ് ഈ മാലങ്ങാടൻ ഷെരീഫും ഷഫീഖും. അതിൽ ഷഫീഖിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ഷെരീഫിനെ വെറുതെ വിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ 17ാം പ്രതി കോട്ടപ്പുറം മുനീബിനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. 19ാം പ്രതി മപ്രം പയ്യനാട് തൊടിയിൽ കബീർ എന്ന ജാബിർ എന്നിവരെയും കോടതി വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു. ഈ 4 പേരെയും 25 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1995 ഏപ്രിൽ മാസത്തിലായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നത്. മഞ്ചേരി ടൗണിൽ വെച്ച് യൂത്ത് ലീഗ് പ്രവർത്തകനായ മനാഫിനെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി എന്നായിരുന്നു കേസ്. കൊലപാതകത്തിന് ശേഷം 4 പ്രതികൾ ഒളിവിൽ പോയിരുന്നു. ഒളിവിൽ പോയ ആളുകളെ 25 വർഷങ്ങൾക്ക് ശേഷം, കൊലപാതകം നടന്ന് 25 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായത്. അതിൽ 4 പേരിൽ ഒരാളാണ് ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. 3 പേരെ വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.